PSC പരീക്ഷയുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കുന്നത്, അതുപോലെ നടക്കുന്ന ഫസ്റ്റ് എലക്ഷൻസ്, പഞ്ചായത്തി രാജ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. PSC പരീക്ഷകളിൽ മാത്രമല്ല ബാക്കി ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭരണഘടനാ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭരണഘടനാ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് 1934 കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MN റോയ് ആണ് കേട്ടോ. 1934 MN റോയ് ആണ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് MN റോയ് ആണ്. ഈ ഒരു ആവശ്യത്തിനെ INC ഇന്റർനാഷണൽ കോൺഗ്രസ് 1935 ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചു. INC ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത് 1935 അടുത്ത വർഷമാണ് ഉന്നയിച്ചത്. അങ്ങനെ നമുക്കൊരു ഭരണഘടന, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് പറഞ്ഞ രീതിയിൽ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പല സ്റ്റെപ്പുകളിലായിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റി തരുന്നതിന് വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്തു. ആദ്യമായിട്ട് അങ്ങനൊരു ഓഫർ പ്രിൻസിപ്പിളെങ്കിലും അവർ പറഞ്ഞത് ഓഗസ്റ്റ് ഓഫറിലാണ് കേട്ടോ. 1940 നടന്ന ഓഗസ്റ്റ് ഓഫറിലാണ് ഇവർ ആദ്യമായിട്ട് ഇങ്ങനെ ഇൻ പ്രിൻസിപ്പിൾ എങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചത്. അതിനുശേഷം അത് ഫെയിലായതിനു ശേഷം പിന്നീട് വന്നതാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്? സർ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷൻ വന്നു. അത് 1942 ഇതിൻ്റെ തീരുമാനങ്ങളോട് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ യോജിക്കാതെ വന്നു. അതിനുശേഷം വന്നൊരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 1946 മാർച്ച് 24 ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 അംഗ കമ്മീഷനായിരുന്നു ഈ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ആരെല്ലാമായിരുന്നു ആ 3 പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കണം. AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ്, അതുപോലെ സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ഇത്രയും പേരായിരുന്നു ഇതിൻ്റെ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. പെത്വിക് ലോറൻസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ള അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കമ്മീഷൻ്റെ അധ്യക്ഷൻ, ക്യാബിനറ്റ് മിഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പെത്വിക് ലോറൻസ് ആയിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുകയാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തത് അതിനുള്ളൊരു ഈ ബോഡി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു പാർഷ്യലി എലക്റ്റഡ് ആൻഡ് പാർഷ്യലി നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു. ഇവിടെ ആളുകൾ എങ്ങനെയായിരുന്നു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ ആളുകൾക്ക് ഒരു സീറ്റ്, 1 മില്യൺ പീപ്പിളിന് ഒരു സീറ്റ് എന്ന് പറയുന്ന നിലയ്ക്കായിരുന്നു ഇവിടെ സീറ്റുകൾ വിഭജിച്ചിരുന്നത്. അങ്ങനെ സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടന്നു. കുറച്ച് സീറ്റുകളിൽ നോമിനേറ്റഡ് ആണ്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ 389 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 93 സീറ്റുകളെന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സീറ്റുകളായിരുന്നു 93 സീറ്റുകൾ എന്ന് പറയുന്നത്. ബാക്കി 296 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. ഇത്രയും കണക്കുകളൊന്നും ഓർത്തിരിക്കേണ്ട. ഞാനൊരു പാർഷ്യലി നോമിനേറ്റഡ് പാർഷ്യലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. പകുതി പേരെ കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്തു, ബാക്കി കുറച്ച് പേരെ ഇലക്ട് ചെയ്തു. എങ്ങനെയാണത് വന്നതെന്ന് പറയാനായിട്ട് മാത്രം ഞാൻ പറയുന്നതാണ്. 389 പേരിൽ 296 പേര് ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഈ 93 പേരെ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വന്ന 93 പേരെ നോമിനേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അവിടുത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ അവിടുത്തെ രാജാക്കന്മാരുടെ ഓഫീസേഴ്സ് എന്ത് ചെയ്യാണ്, ഇവരെ നോമിനേറ്റ് ചെയ്ത് വിട്ട ആളുകളാണ് ഈ 93 പേരെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് പാർഷ്യലി എലക്റ്റഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായതിനു ശേഷം ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത് ഡിസംബർ 9 കേട്ടോ. ഡിസംബർ 9 1946 ഇവരുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പങ്കെടുത്ത അംഗങ്ങൾ എന്ന് പറയുന്നത് 211 അംഗങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ പങ്കെടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഈ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിനെ ബോയ്ക്കോട്ട് ചെയ്യുകയുണ്ടായി. അതായത് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് അവർ ഈ ഒരു മീറ്റിങ്ങിനെ ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്, ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് 211 പേര് പങ്കെടുത്തു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു കേട്ടോ. ഡോക്ടർ സച്ചിദാനന്ദ
സിൻഹയായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അന്നുണ്ടായിരുന്നതിന് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, അതൊരു ഫ്രഞ്ച് പ്രാക്ടീസാണ്. അങ്ങനെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിനെ അന്നത്തെ താൽക്കാലികമായിട്ടുള്ള അധ്യക്ഷനായിട്ട് നിയമിച്ചു. പിന്നീട് അടുത്ത മീറ്റിംഗ് നടക്കുന്നത് ഡിസംബർ 11, 1946 തന്നെയാണ്. അന്ന് ഇതിൻ്റെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സെലക്ട് ചെയ്യാൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്യാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്യാണ്. ദെൻ ഇതിൻ്റെ ഉപാധ്യക്ഷന്മാരായിട്ട് 2 പേരുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷന്മാർ, വൈസ് പ്രസിഡൻസ് ആയിട്ട് 2 പേരുണ്ടായിരുന്നു. ഒന്ന് HC മുഖർജി ആയിരുന്നു. രണ്ടാമത്തത് VT കൃഷ്ണമാചാരി ആയിരുന്നു കേട്ടോ. VT കൃഷ്ണമാചാരി ആയിരുന്നു. കൂടുതലായിട്ടും വൈസ് പ്രസിഡന്റിന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് HC മുഖർജി എന്നുള്ളൊരു പേരാണ്. അപ്പോൾ 2 പേരും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ശരിക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് 2 വൈസ് പ്രസിഡന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് HC മുഖർജി, 2 VT കൃഷ്ണമാചാരി എന്ന് പറയുന്ന 2 പേരാണ് ഉണ്ടായിരുന്നത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും HC മുഖർജി എന്നുള്ള പേരാണ് ഓപ്ഷനായിട്ട് കാണാറ്. ഓക്കെ, അതും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. then ഇതിന് ശേഷം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഇവന്റ് നടക്കുന്നതെന്ന് പറയുന്നത് ഡിസംബർ 13 കേട്ടോ. ഈ ഡേറ്റുകൾ ഞാൻ ഡേറ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയേക്കുന്ന. ഡേറ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 13, 1946 സംഭവിച്ചതെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. അതായത് എന്താണ് ഈ ഒരു നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ സമ്മേളിച്ചിരിക്കുന്നത്, അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്രകാരമായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചതാണ് ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. ഈ ലക്ഷ്യപ്രമേയം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മുമ്പിൽ പാസ്സാക്കി. ഇതിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച തീയതി എന്ന് പറയുന്നത് ജാനുവരി 22, 1947 ആണ് കേട്ടോ. 1947 ജനുവരി 22 ഈ ഒരു കാര്യത്തിനെ, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് 1947 നമുക്ക് ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പുറത്തു വരുന്നുണ്ട്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രധാനമായിട്ടും 3 ചേഞ്ചുകൾ നമ്മൾ വരുത്തുകയുണ്ടായി. അതായത് എന്തെല്ലാമാണ് ആ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരുന്ന ഏതൊരു നിയമവും അത് ഇല്ലാണ്ടാക്കാനായിട്ടുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഉണ്ട്. അതിൽ ഉണ്ടാക്കിയ നിയമത്തിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ബോഡി തന്നെയാണ്, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഈ ബോഡി തന്നെയാണ് അന്നത്തെ നിയമനിർമ്മാണ സഭയായിട്ടും ആക്ട് ചെയ്തിരുന്നത്. അന്നത്തെ നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ടും ആക്ട് ചെയ്തിരുന്നത് ഈ CM ബോഡി തന്നെയാണ്. അപ്പോൾ അവർ 2 രീതിക്കാണ് സിറ്റിംഗ് ചെയ്തത്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റിംഗ് ആണ് ഇവർ നടത്തിയിരുന്നത്. ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ബോഡി ആയിട്ടാണ് ഒരു സിറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ സിറ്റിംഗ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, ആ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബോഡി ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടാണ് ഈ ഒരു ബോഡി പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ പ്രിസൈഡ് ചെയ്തിരുന്നത്, അതിന്റെ അധ്യക്ഷനായിരുന്നെന്ന് പറയുന്നത് GV മാവ്ലങ്കാർ ആയിരുന്നു കേട്ടോ. GV മാവ്ലങ്കാർ ആയിരുന്നു. ഈ പേര് ഓർത്തു വയ്ക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസംബ്ലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അഥവാ ഇനി നിയമനിർമ്മാണ സഭയായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് GV മാവ്ലങ്കാർ ആയിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, ഭരണഘടന എന്ന് പറയുന്നത് 1949 നവംബർ 26 ഭരണഘടനയെ അംഗീകരിക്കുന്നത്. ഭരണഘടനയെ അംഗീകരിക്കുന്ന ഡേറ്റ് ആണ് കേട്ടോ. ഭരണഘടനയെ അംഗീകരിക്കുന്ന ഡേറ്റ് ആണ് നവംബർ 26. നവംബർ 26 എന്ത് ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? നമുക്കറിയാം, ഭരണഘടനാ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ദെൻ 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത് കേട്ടോ. നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 26. 1950 ജാനുവരി 26. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭരണഘടന ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 2 വർഷം 11 മാസം 18 ദിവസം, ഈ ഡേറ്റ് ഓർത്ത് വെച്ചേക്കാം, എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 വർഷം 11 മാസം 18 ദിവസം എടുത്താണ് നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കുന്നത്.
ഏകദേശം 60 രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത്. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് ഏകദേശം 64 ലക്ഷം രൂപ ചെലവായി എന്നാണ് പറയുന്നത്. 64 ലക്ഷം രൂപ ചെലവാക്കി. ദെൻ ഇത് കൂടാണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ, കുറച്ച് അഡീഷണൽ ഫംഗ്ഷൻസ് കൂടിയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ഫംഗ്ഷൻസ് ആണ് അവർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് 1949 മെയ്യിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കോമൺവെൽത്ത് അംഗത്വം ഉറപ്പുവരുത്തി കേട്ടോ. ഇറ്റ് റേറ്റിഫൈഡ് ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓഫ് ദ കോമൺവെൽത്ത് നേഷൻസ്. ഓക്കെ, മെയ് 1949 അത് സംഭവിച്ചത്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവർ ചെയ്തതെന്ന് പറയുന്നത് നമ്മളെ നാഷണൽ ഫ്ലാഗിനെ ജൂലൈ 22, 1947 ജൂലൈ 22, 1947 നമ്മളുടെ ത്രിവർണ്ണ പതാകയെ നമ്മളുടെ പതാകയായിട്ട് അംഗീകരിച്ചു. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയ്ത മറ്റൊരു ഡ്യൂട്ടിയാണ്. ദെൻ അടുത്തൊരു ഫംഗ്ഷൻ ചെയ്തെന്ന് പറയുന്നത് നാഷണൽ ആന്തം അല്ലേ, നമ്മുടെ ദേശീയ ഗാനത്തിനെ അംഗീകരിച്ചു. നാഷണൽ ആന്തത്തിനെ അംഗീകരിച്ചു എന്നാണ് ജാനുവരി 24, 1950. ഈ ഒരു ഡേറ്റ് ഞാൻ വീണ്ടും പറയും, ഓർത്തു വെക്കാം. നാഷണൽ ആന്തത്തിനെയും നാഷണൽ സോങ്ങിനെയും അംഗീകരിച്ച ദിവസം എന്ന് പറയുന്നത് ജാനുവരി 24, 1950 ആണ്. നാഷണൽ സോങ് കൂടെ ഓർത്തു വെക്കാം കേട്ടോ. നാഷണൽ സോങ് അംഗീകരിച്ചതും ജാനുവരി 24, 1950 തന്നെയാണ്. ഈ സെയിം ഡേറ്റിൽ തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മളുടെ പ്രസിഡന്റായിട്ട്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അംഗീകരിക്കുന്നത്. ജാനുവരി 24, 1950 തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മളുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് അംഗീകരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങൾ ജാനുവരി 24, 1950 ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക കേട്ടോ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഈ ഭരണഘടന ഇത് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 8 മേജർ കമ്മിറ്റീസും വേറെ കുറേ മൈനർ കമ്മിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കമ്മിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 8 മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളും ചെയർമാൻ ആരാന്ന് നമുക്കറിയാം. ഇതിന്റെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ചിലപ്പോൾ അംഗങ്ങളുടെ എണ്ണമായിരിക്കും ചോദിക്കാം. 7 അംഗങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എത്ര അംഗങ്ങളാണ്? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അത് ആരെല്ലാമായിരുന്നു എന്ന് പ്രത്യേകം പഠിക്കണം. ഒന്നാമത്തേന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇതിന്റെ ചെയർമാൻ ആയിരുന്നെന്ന് പറയുന്നത്. ദെൻ അടുത്ത വ്യക്തികൾ ആരെല്ലാമാണെന്ന് നോക്കാം. N. ഗോപാലസ്വാമി അയ്യങ്കാർ. N. ഗോപാലസ്വാമി അയ്യങ്കാർ. N. ഗോപാലസ്വാമി അയ്യങ്കാർ. അതുപോലെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ ഡോക്ടർ KM മുൻഷി. ഡോക്ടർ KM മുൻഷി. ദെൻ അടുത്തെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, N. മാധവറാവു. 6ാമത്തെ അംഗം എന്ന് പറയുന്നത് N. മാധവറാവു ആണ് കേട്ടോ. N. മാധവറാവു ആണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് BL മിത്ര എന്ന് പറയുന്ന വ്യക്തിനെ റീപ്ലേസ്, അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്ന വ്യക്തിയാണ് N. മാധവറാവു എന്ന് പറയുന്നത്. ദെൻ 7ാമത്തെ അംഗം എന്ന് പറയുന്നത് TT കൃഷ്ണമാചാരിയാണ് കേട്ടോ. TT കൃഷ്ണമാചാരിയാണ് അടുത്ത അംഗം എന്ന് പറയുന്നത്. ഇദ്ദേഹവും ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. അതായത് DP ഖൈത്തൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മരിച്ചുപോയി. 1948 മരിച്ചുപോയി. അതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് വന്ന വ്യക്തിയാണ് TT കൃഷ്ണമാചാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പഠിച്ചു വെക്കണം. ആരെല്ലാമാണ് അംഗങ്ങളെന്ന് ചിലപ്പോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ അംഗമായവരാര് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എഴുതി തയ്യാറാക്കി നമ്മൾ നവംബർ 26, 1949 ഇത് അംഗീകരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. 395 ആർട്ടിക്കിൾസും 8 സ്കെഡ്യൂൾസുമാണ്. 8 സ്കെഡ്യൂൾസുമാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. 395 ആർട്ടിക്കിൾസും 8 സ്കെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. 395 ആർട്ടിക്കിൾസും 8 സ്കെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഫാക്ടുകൾ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിമ്പൽ അല്ലെങ്കിൽ സീലായിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് എലഫന്റ് ആണ് കേട്ടോ. എലഫന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സീലിൽ അല്ലെങ്കിൽ സിമ്പലിൽ ഉണ്ടായിരുന്നത്. ദെൻ അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അഡ്വൈസർ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന വ്യക്തി, ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? BN റാവു ആയിരുന്നു കേട്ടോ. BN റാവു ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. ദെൻ
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആയിരുന്നു, ഓർത്തു വെക്കണം. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് SN മുഖർജി ആയിരുന്നു കേട്ടോ. SN മുഖർജി ആയിരുന്നു ഇതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ ഈ നമ്മുടെ ഇതിന്റെ കാലിഗ്രഫി ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാലിഗ്രഫി ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്, കാലിഗ്രാഫർ എന്ന് പറയുന്നത് പ്രേം ബിഹാരി നരേൻ റായ്സാദ ആയിരുന്നു കേട്ടോ. പ്രേം ബിഹാരി നരേൻ റായ്സാദ ഈ പേര് ഓർത്തു വെക്കുക. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കിയാൽ, എലഫന്റ് ആയിരുന്നു ഇതിന്റെ സീൽ എന്ന് പറയുന്നത്, ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് BN റാവു ആയിരുന്നു, സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആയിരുന്നു, ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് SN മുഖർജി ആയിരുന്നു, പ്രേം ബിഹാരി നരേൻ റായ്സാദ ആയിരുന്നു ഇതിന്റെ കാലിഗ്രാഫർ എന്ന് പറയുന്നത്. ദെൻ ഇതിനെ ഒരു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബ്യൂട്ടിഫൈ ചെയ്ത്, അതായത് അതിൻ്റെ ഉള്ളിൽ വേണ്ട ഇപ്പം നമ്മൾ കാണുന്ന പോലുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നന്ദലാൽ ബോസ് ആണ് കേട്ടോ. നന്ദലാൽ ബോസ് ഓർത്ത് വയ്ക്കുക, ഈ പേരും കൂടെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നമ്മളുടെ അതായത് ശാന്തിനികേതനിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം, നന്ദലാൽ ബോസ്. അവരാണ് ഇത് എന്ത് ചെയ്ത് നമ്മുടെ ബ്യൂട്ടിഫൈ ചെയ്ത്, അതുപോലെ ഡെക്കറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനെ ഡെക്കറേറ്റ് ചെയ്യും ബ്യൂട്ടിഫൈ ചെയ്യുകയൊക്കെ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നന്ദലാൽ ബോസ് ആണ്. അദ്ദേഹം ശാന്തിനികേതനിലെ ആർട്ടിസ്റ്റുകളാണ് കേട്ടോ, ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ ഫാക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, കുറേ ഡേറ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ കാര്യങ്ങളല്ല, ഈ 2 വർഷം 11 മാസം 18 ദിവസം ഈ ഡേറ്റയൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ്, അതുപോലെ 8 സ്കെഡ്യൂള്, ഇത് റീസെന്റ് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര്, എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. 8 കമ്മിറ്റികൾ, ഈ 8 കമ്മിറ്റികൾ മേജർ കമ്മിറ്റികളുണ്ട്, പിന്നെ കുറേയധികം മൈനർ കമ്മിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മളെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, വേറെ മൈനർ കമ്മിറ്റീസും ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ.